റെൻ്റൽ ഫാമിലി എന്ന സിനിമ ഒരു സാധാരണ ഡ്രാമയല്ല. മനുഷ്യരുടെ ഏകാന്തത, ബന്ധങ്ങളുടെ വില, ജീവിതത്തിൽ നമ്മൾ അഭിനയിക്കുന്ന വേഷങ്ങൾ എന്നിവയെക്കുറിച്ച് വളരെ ഹൃദയസ്പർശിയായ രീതിയിൽ സംസാരിക്കുന്ന ഒരു സിനിമയാണ്. നമുക്കൊരു കുടുംബത്തെ വാടകയ്ക്കെടുക്കാൻ സാധിക്കുമോ? കേൾക്കുമ്പോൾ വിചിത്രമായി തോന്നുന്ന ഈ ആശയത്തെ അടിസ്ഥാനമാക്കി ഒരുക്കിയിരിക്കുന്ന സിനിമയാണ് റെൻ്റൽ ഫാമിലി. എന്നാൽ ഇത് വെറും ഒരു വിചിത്ര കോൺസെപ്റ്റ് സിനിമയല്ല. മനുഷ്യരുടെ ഏകാന്തതയെയും സ്നേഹത്തിൻ്റെയും ബന്ധങ്ങളുടെയും ആവശ്യകതയെക്കുറിച്ച് വളരെ ആഴത്തിൽ സംസാരിക്കുന്ന ഒരു ഹൃദയസ്പർശിയായ അനുഭവമാണ് ഈ ചിത്രം. ദ വെയിൽ എന്ന സിനിമയ്ക്ക് ശേഷം ബ്രെൻഡൻ ഫ്രേസറിൻ്റെ ഏറ്റവും ശക്തമായ പ്രകടനങ്ങളൊന്നാണിത്. സംഭാഷണങ്ങളേക്കാൾ കൂടുതൽ മുഖഭാവങ്ങളിലൂടെ അദ്ദേഹം കഥാപാത്രത്തിൻ്റെ ഏകാന്തതയും ആശയക്കുഴപ്പവും പ്രകടമാക്കുന്നു. ചില സീനുകളിൽ ഒന്നും പറയാതെ തന്നെ പ്രേക്ഷകരെ സ്പർശിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് വ്യത്യസ്തമായ കോൺസെപ്റ്റ്. റെൻ്റൽ ഫാമിലി എന്ന ആശയം യഥാർത്ഥത്തിൽ ജപ്പാനിൽ നിലനിൽക്കുന്ന ഒരു സാമൂഹിക സേവനത്തിൽ നിന്നുള്ള പ്രചോദനമാണ്. അതുകൊണ്ട് സിനിമയ്ക്കൊരു പ്രത്യേക റിയലിസ്റ്റിക് ഫീൽ ലഭിക്കുന്നു. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ടോക്കിയോയുടെ മനോഹര ദൃശ്യങ്ങളാണ്. സിനിമയിലെ ടോക്കിയോ ഒരു ടൂറിസ്റ്റ് നഗരമായി മാത്രമല്ല കാണിക്കുന്നത്. ആൾക്കൂട്ടത്തിനിടയിലുള്ള ഏകാന്തതയും നഗരജീവിതത്തിൻ്റെ ശൂന്യതയും മനോഹരമായി പകർത്തുന്നു.